ഒന്ന് ആലോചിച്ചു നോക്കിയേ, 2026 ലോകകപ്പ് സമയം. എന്നത്തെയും പോലെ തന്നെ കേരളത്തിൽ ഓരോ മുക്കിലും മൂലയിലും തോർണോം ഫ്ലെക്സും കൊടികളും ഉയരും. സിറ്റിയിലും പ്രിന്റ് കടകളിൽ കളറിനും കട്ടൌട്ടിനും വീണ്ടും തിരക്കുകൾ കൂടും. തുണിപ്പീടികയിലും സ്പോർട്സ് കോർണറുകളിലും അന്നും സ്റ്റോക്കുകൾ തീർത്ത് ജേഴ്സികൾ വിൽക്കും. ഇതൊക്കെ തന്നെയല്ലേ 2022 കണ്ടത്. ഇതിലെന്താണ് ഇത്ര പറയാനുള്ളത്? അതെ, ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, അന്ന് മലയാള നാടും കടന്ന് ഇന്ത്യയുടെ ഓരോ കൊച്ചു തെരുവോരങ്ങളിലും നിറയുന്നത് പച്ചയും മഞ്ഞയും ചുവപ്പ് കലർന്ന തോരണങ്ങളും നീളത്തിൽ വലിച്ചു കെട്ടിയ കൊടി ഒരു ത്രിവർണ്ണ പതാകയുമാകുമെന്ന്? സ്വന്തം മണ്ണിലെ കളിക്കാരുടെ മുഖമാകും പിരിവിട്ടു വാങ്ങിയ കട്ടൌട്ടിലും ഫ്ലെക്സുകളിലും നിറയുന്നതെന്ന്? വാക്കുകളോ വാചക കസരത്തുകളോ ഫാൻ ഫൈറ്റുകളോ വേർതിരിവുകളോ ഇല്ലാതെ വർഷങ്ങളായി കാത്തിരുന്ന ലോകകപ്പിലെ ഇന്ത്യയുടെ മത്സരം തോളോട് തോൾ ചേർന്നിരുന്ന് ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും ഫ്രാൻസും ഇംഗ്ലണ്ടും ബെൽജിയം ആരാധകരും ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ അങ്ങനെ കളി കാണുന്നത്. അതെ, ബൂട്ടില്ല വണ്ടിക്കൂലിയില്ല എന്ന പല പാഴ്വാക്കുകളെയും മറവിലേക്ക് തള്ളിയിട്ട് സ്വന്തം നാടിനായി ഒരുമിച്ച് കൈയടിക്കുന്ന ഒരു പുതിയ കാലം. ഇന്ത്യ ഇന്ത്യ എന്ന് ഉറക്ക വിളിക്കുന്ന സുവർണകാലം.